ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. നിങ്ങളുടെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ 2-3 പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തായിരുന്നു പേപ്പർ സോപ്പ് ഉണ്ടാക്കുന്ന കാണിക്കാവുന്ന. അതുകൊണ്ട് അത് തന്നെയായിരിക്കും നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്, പേപ്പർ സോപ്പ്. അതിനുവേണ്ടി നമുക്ക് സാധാരണയുള്ള പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് A4 സൈസിലെ വൈറ്റ് പേപ്പർ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണും. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടിയുള്ള ടിഷ്യൂ പേപ്പർ, അല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ തുണികൾ, കളർ ഇളകാത്ത തിന്നായിട്ടുള്ള കോട്ടൺ തുണികൾ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഹാൻഡ് വാഷ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് സാധാരണ പേപ്പറാണ്. ഏത് പേപ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇത് അബ്സോർബ് ചെയ്യണം എന്ന് മാത്രം. ഞാൻ ഹാൻഡ് വാഷ് ആണ് ഇവിടെ ചേർക്കുന്നത്. എന്തായാലും നമ്മുടെ പേപ്പർ നനയില്ല. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനത്തെ പേപ്പറുകളിൽ ഇത് ഒട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡ് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇത് അബ്സോർബ് ആവുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല സുന്ദരമായിട്ട് തന്നെ നമുക്ക് സാധാരണ പേപ്പറിൽ ഇത് അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനെയും കൂടെ ഞാനൊന്ന് ഉണക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പേപ്പർ നല്ല സുന്ദരമായിട്ട് ഉണങ്ങി കിട്ടി. വെയിലത്തെട്ടെല്ലാം ഞാൻ ഉണക്കിയത്. ഞാൻ ഡ്രയർ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഇത് ഉണക്കി എടുക്കുമായിരുന്നു, നിങ്ങളെ കാണിച്ചു തരുവാൻ വേണ്ടി കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഹാൻഡ് വാഷ് ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഷാമ്പു ഉപയോഗിക്കാം. ഇനി എന്താണ് അടുത്ത പരിപാടി ഇത് കാണിക്കാം. ഇതിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോവുക കേട്ടോ. ഇപ്പൊ ഞാൻ ഇത്രയും പീസുകളെ ഇവിടെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കുറേ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരു ബോക്സിൽ ഇടുക. ഇതാകുമ്പോൾ വളരെ ഹാൻഡിയാണ് കണ്ടോ. നിങ്ങൾക്ക് വട്ടത്തിലെടുക്കണം, ഏത് ഷേപ്പുള്ള ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ബോക്സ് ഇവിടെ ഉണ്ട്. ബോക്സ് നമ്മൾ തുറന്ന് കഴിയുമ്പോൾ ഇതാണ്ട് നമ്മുടെ പേപ്പർ ഇരിക്കുന്നു. നമ്മൾ ഒരു പേപ്പർ ഇതുപോലെ എടുക്കുക. ഇതുണ്ടോ, വെള്ളത്തിന്റെ അടുത്തോട്ട് കൊണ്ടുവരിക. ഇതാ, നിങ്ങൾ കണ്ടോ ഇത് എത്ര ഭംഗിയായിട്ട് നമുക്ക് സോപ്പിനകത്തുനിന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ. നമ്മുടെ പേപ്പർ കണ്ടോ, നമ്മുടെ പേപ്പർ ഇതാ കണ്ടോ. ഇതിനെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് പിന്നിലേക്ക് ഡിസ്കാർഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് ആവശ്യത്തിന് സോപ്പ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ. വളരെ ഈസി ആയിട്ടൊരു മെത്തേഡാണ്. ആർക്കും ഇത് ചെയ്യാം. കാരണം എക്സ്പെഷ്യലി ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഒരുപാട് നല്ലതല്ലേ. ചിലപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴേക്കും സോപ്പ് ഇരിക്കുമ്പോൾ അയ്യോ എത്ര പേര് ഇത് ടച്ച് ചെയ്തതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു വിഷമം തോന്നത്തില്ലേ. ആ വിഷമം മാറ്റുവാൻ ഇത് ഒരുപാട് നല്ലതായിരിക്കും. അപ്പം ഇങ്ങനെ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. കൈ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. സാധാരണ സോപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെ പേപ്പറിലാന്ന് മാത്രം. നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നതിന് നമുക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു ടിന്നിനകത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞു പ്ലാസ്റ്റിക് ബാഗുകളില്ലേ, കുഞ്ഞു പ്ലാസ്റ്റിക് ബാഗുകൾ, അതിനകത്തിട്ടാലും മതിയാവും. നിങ്ങളുടെ പോക്കറ്റിലോ നിങ്ങളുടെ ഹാൻഡ് ബാഗിലോ ആയിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാം. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.